ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ക്യാരറ്റും ക്യാബേജും ചെറുതായിട്ട് ചോപ്പറിലിട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ബ്രെഡ് 2 വെച്ചിട്ട് അതിൻ്റെ റൗണ്ടിൽ എന്തെങ്കിലും സാധനം വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇല്ലെങ്കിൽ നാവിക്ക് വെച്ചിട്ട് ഇതുപോലെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് കിട്ടും. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല കിട്ടുന്ന സ്നാക്സാണ്. ഷവർമയൊക്കെ പെട്ടെന്ന് കഴിക്കണം തോന്നിയാൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇപ്പം ഇത് ബ്രെഡും 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ്ഗിലേക്ക് ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാണ്. ഇന്ന് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. അങ്ങനെ എല്ലാം ഒന്ന് മുട്ടൻ്റെ മിക്സിലും ബ്രെഡിൻ്റെ ക്രംസിലും എല്ലാം ഒന്ന് മുക്കിയിട്ട് മാറ്റി വെക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്സാണ് കേട്ടോ. ഈസി റെസിപ്പിയാണ്. വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം ലെവലിൽ ഫ്ലെയിം വെക്കാം. നല്ലോണം ഒന്ന് എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ലെവലിൽ ഫ്ലെയിം വെച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇത് നെയ്പ്പത്തിലൊക്കെ ചൂടുമ്പോൾ നല്ല പൊള്ളിച്ച് വരുമല്ലോ, അതുപോലെ ബ്രെഡ് നന്നായിട്ട് പൊള്ളിച്ച് വരും. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാം. കണ്ടില്ല, ഇതുപോലെ നല്ല ബലൂണ് പോലെ തന്നെ വീർത്ത് വരും. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് പൊരിച്ചെടുക്കും. ഷവർമേൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഇഫ്താർ ടൈമിന് ഒന്ന് ഉണ്ടാക്കി നോക്കാം. മയോണൈസൊക്കെ ഉള്ളതുകൊണ്ട് എന്നും കഴിക്കുന്നത് നല്ല ഹെൽത്തി ഒന്നും അല്ലെങ്കിലും പലപ്പോഴൊക്കെ കഴിക്കുന്നത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതല്ല. മയോണൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ബ്രെഡൊക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മുഴുവനും പൊരിച്ചെടുക്കാം. അങ്ങനെ ബ്രെഡൊക്കെ മുഴുവനും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നേരത്തെ അരിഞ്ഞ് വെച്ചുള്ള ക്യാബേജും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഉപ്പും മുളകും മഞ്ഞൾ പൊടി ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പാത്രം ഒന്ന് ജസ്റ്റ് മാറ്റുന്നുണ്ട്. മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഒരു ബൗളിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയ മയോണൈസാണ്. അത് കുറച്ച് കൊടുത്ത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രെഡ് ഇങ്ങനെ പാതി വെച്ച് കട്ട് ചെയ്യുക. അതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റി ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈവനിങ്ങിലൊക്കെ സ്നാക്സ് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് നിറച്ചെടുക്കുക. പിന്നെ ഞാൻ ഇതിൽ മയോണൈസ് തന്നെ കുരുമുളക് പൊടിയും പിന്നെ ഉപ്പൊക്കെ ഇട്ടത് കൊണ്ട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആഡ് ചെയ്യും. താങ്ക് യു.